So today we will be discussing on T cell development. Okay, yesterday we talked about B cell development. അതിൽ തന്നെ നമ്മൾ ബി സെല്ലിൻ്റെ ഓരോ സ്റ്റേജസും ബോൺ മാരോയിൽ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് ലൈക്ക് പ്രോ ബി സെൽ, പ്രീ ബി സെൽ, ദെൻ ഇമ്മെച്ചോ, മെച്ചോ, ഇങ്ങനെ പോകുന്ന പല സ്റ്റേജസ് കണ്ടു. ആ ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് റിസപ്റ്റേഴ്സ് ഉള്ളത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, പിന്നെ അതിനുശേഷം എന്ത് മാറ്റം വരുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ് ഡേ വി ഡിസ്കസ്ഡ്. So today we are going to discuss the same things about T cells. Okay, how T cells undergo the development and the activation mechanisms. Okay. Yes, then so some basics about the T cells. Like B cells, we know T cells are some important cells in the immune collection of cells, right? These are the predominant lymphocytes, and which are also central to, unlike B cell, T cells are central to a number of immune responses. Or otherwise you can say all the immune responses are regulated, are under the control of T cells. You can say like that. കാരണം അതിപ്പോൾ ബി സെൽ മെക്കാനിസം ആണെങ്കിലും ഈവൻ മറ്റു മെക്കാനിസംസ് ലൈക്ക് ഫാഗോസൈറ്റോസിസ് ആണെങ്കിലും ഓരോ റെസ്പോൺസിനെയും ടി സെല്ലിന് ഒരു കൺട്രോൾ ഉണ്ട് അതിൻ്റെ മുകളിൽ. അതുകൊണ്ട് തന്നെ ടി സെൽസ് ആണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സെൻട്രൽ റോൾ എടുക്കുന്ന ഇമ്മ്യൂൺ സെൽസ് എന്ന് പറയുന്നത് ടി സെൽസ് ആണ്, അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ടി സെൽസും മറ്റു സെൽസ് പോലെ തന്നെ, മറ്റെല്ലാ ഇമ്മ്യൂൺ സെൽസ് പോലെ തന്നെ ടി സെൽസും എന്താണ്, ദേ ആർ ഡെവലപ്ഡ് ഫ്രം ദ ബോൺ മാരോ, ഫ്രം ദ കറസ്പോണ്ടിങ് പ്രൊജനൈറ്റർ സെൽസ്. വി നോ ദാറ്റ് അല്ല, ലിംഫോയിഡ് പ്രൊജനൈറ്ററിൽ ടി സെല്ല് ബി സെല്ല് പോലെ തന്നെയാണ് ടി സെല്ലും ഡെവലപ്പ് ചെയ്യുന്നത്. ബട്ട് ദ ഡിഫറൻസ് കംസ് ഇൻ ദ മെച്ചുറേഷൻ പ്രോസസ്. അല്ല, ടി സെല്ലും ബി സെല്ലും തമ്മിൽ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ സിന്തസൈസ്ഡ് ഇൻ ദ ബോൺ മാരോ, ബട്ട് ദ മെച്ചുറേഷൻ പ്രോസസ് ഓർ ദ ഡെവലപ്മെൻറ്റൽ പ്രോസസ് ഒക്കേഴ്സ് ഇൻ ദ ബോൺ മാരോ ഫോർ ദ ബി സെൽ, ബട്ട് ഇൻ ദ തൈമസ് ഫോർ ദ ടി സെൽസ്. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലേ? So the immature T lymphocytes, you can otherwise also called a lymphoblast, migrate to the thymus for the next round of development. അപ്പോൾ ബോൺ മാരോയിൽ വെച്ചിട്ട് നമ്മൾ ബി സെല്ലിന് കണ്ട പോലെയുള്ള ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് ടി സെല്ലിന് ബോൺ മാരോയിൽ വെച്ച് നടക്കുന്നില്ല. ബട്ട് ഇൻസ്റ്റഡ് ദേ ആർ മൈഗ്രേറ്റഡ് ടു ദ തൈമസ്. ദാറ്റ് മീൻസ് ദേ ആർ റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ്, ദെൻ മൈഗ്രേറ്റ് ടു ദ തൈമസ്. ഓക്കെ, then such cells which are entering the thymus are called thymocytes. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ടി സെൽസിനെ നമ്മൾ ടി എന്ന ലെറ്റർ വെച്ചിട്ട്, അല്ലേ, ടി സ്റ്റാൻഡ്സ് ഫോർ തൈമസ് ഡിറൈവ്ഡ്, അങ്ങനെ പറയാൻ തന്നെ കാരണം സിൻസ് ദേ മൂവ് ടു ദ തൈമസ്. സോ സച്ച് സെൽസ് ആർ ഓൾസോ റെഫേർഡ് ആസ് തൈമോസൈറ്റ്സ്. ഓക്കെ, ദെൻ ബേസിക്കലി വി നോ ദിസ് based on the difference in the functions and also in the difference in the receptors, we can categorize the T cells into helper cells, cytotoxic cell, regulatory cells. ഈ രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ വീണ്ടും സബ് കാറ്റഗറൈസേഷൻ ഒക്കെ ഉണ്ട്. നമ്മളത് മുമ്പേ ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ ഹിയർ. ഓക്കെ, നിങ്ങൾ ഉണ്ടല്ലോ അല്ലേ, എല്ലാവരും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ടി സെല്ലിൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ് വി ഹാവ് സീൻ ഇൻ കേസ് ഓഫ് ബി സെൽ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ഇതിൽ വാട്ട് ആർ ദ പ്രോസസ്സസ് വിച്ച് ഹാപ്പൻസ് ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് വിച്ച് ഒക്കേഴ്സ് യൂഷ്വലി ഇൻ ദ തൈമസ്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും നടക്കുന്ന 3 മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ 3 റിയാക്ഷൻസ് ആണ് തൈമസിനകത്ത് വെച്ച് നടക്കുന്നത്. ഒന്നാമത്തത് ദ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് തൈമോസൈറ്റ്സ്. നമ്മൾ പറഞ്ഞു, ആഫ്റ്റർ ദ സിന്തസിസ് ഇൻ ദ ബോൺ മാരോ ദീസ് സെൽസ് ആർ റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് സർക്കുലേഷൻ, ദെൻ അവിടെ നിന്ന് ദേ ആർ മൈഗ്രേറ്റഡ് ഇൻ ടു ദ തൈമസ്. ആ സെൽസിനെയാണ് നമ്മൾ തൈമോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്തുന്ന സെൽസ് ആദ്യം ചെയ്യുന്ന പണി എന്താണ്, ദേ അണ്ടർഗോ എ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് they develop diversity against specific antigens. Yesterday also we have seen that B cells undergo and B cell receptor undergo diversity generation. നമ്മുടെ ഹെവി ചെയിൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഹെവി ചെയിൻ ആൻഡ് ലൈറ്റ് ചെയിൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് സെയിം ആണിത്. അതിൻ്റെ സിനോണിമസ് ആയിട്ടുള്ള ടി സെല്ലിൽ നടക്കുന്ന റിയാക്ഷനാണ്
ഈ പറയുന്ന T cell develop diversity against specific antigens, right? So this is an important event in order to identify different types of antigens present in the or which will enter in the system. Okay, yeah, the explanation is given like each of the T lymphocyte will be specific against a specific antigen, and there will be thousands of such diverse specific T lymphocytes. ഇന്നലെ നമ്മൾ ബി സെല്ലിനെ കുറിച്ച് പറഞ്ഞ അതേ കോൺസെപ്റ്റാണ്. അതായത് ഓരോ ടി സെല്ലും ഓരോ ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് ടി സെൽസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യാൻ എക്സ് എന്ന് പറയുന്ന ഒരു കൺസേൺഡ് ടി സെൽ ഉണ്ടാവും. സോ ദാറ്റ് ടി സെൽ വിൽ റെക്കഗ്നൈസ് ദാറ്റ് പർട്ടിക്കുലർ ആൻറ്റിജൻ, റൈറ്റ്? സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. ഇത് നമ്മൾ ബി സെല്ലിൻ്റെ കേസിൽ ഇതുപോലെ തന്നെയാണ്. Alright, then the third one is elimination of the self-reactive T cell population. ഇത് നമ്മൾ ഇന്നലെ ബി സെല്ലിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്ത സെയിം കോൺസെപ്റ്റ് ആണ്. We have to remove all those T cells which are reactive against the self cells. Okay, otherwise നമ്മൾ പറഞ്ഞു അല്ല തുടക്കത്തിൽ തന്നെ there is a possibility for development of serious complications like autoimmune disorders. അതുപോലുള്ള സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്യും. The immune system will begin to attack our own cells. So that will be slight complicated, right? So അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് we need to eliminate all those T cells populations which are reactive to our own cells. Okay, നമ്മുടെ സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്ന എല്ലാ T cell ക്ലോൺസിനെയും എലിമിനേറ്റ് ചെയ്യണം, right? And for that we have a process called thymic selection. Okay, ബി സെല്ലിൻ്റെ കേസിൽ നമ്മൾ നടക്കുന്ന പ്രോസസ്സ് എന്തായിരുന്നു? ക്ലോണൽ സെലക്ഷൻ ആൻഡ് ക്ലോണൽ ഡെലീഷൻ ആയിരുന്നു, റൈറ്റ്? ഇവിടെ നടക്കുന്നത് എന്താണ്? ദിസ് ഈസ് വാട്ട് വി കോൾ തൈമിക് സെലക്ഷൻ. അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള സെലക്ഷൻ നടക്കുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് നമ്മൾ ക്ലോണൽ ഡിലീഷനും സെലക്ഷനും പോലെ തന്നെ ഇവിടെയും പോസിറ്റീവ് സെലക്ഷനും നെഗറ്റീവ് സെലക്ഷനും നടക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് വി വിൽ ഡിസ്കസ്. സോ ഇത്രയും ഇവൻറ്റ്സ് ആണ് തൈമസിൽ വെച്ച് നടക്കുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ഗിവ് യു എൻ ഐഡിയ ഹൗ ദിസ് T cells after synthesis move through different organs. You can see here. This is the stem cell, hematopoietic stem cell, HSC, which is present in the bone marrow, right? Then from there the common progenitor comes, and then they synthesize the T cells here, right? The T cells are expressing these receptors at this bone marrow. After that they migrate into the blood, right? Then from there the T cell precursor, that means the T cell precursor is released into the blood, in fact. Okay, the T cell precursor cell or the pre-T cell, otherwise you can say pre-T cell, not pre-T cell, this is the T cell precursor itself. Then after that this T cell precursor will develop into pro-T cell, right? That is the first stage, pro-T cell, just like the pro-B cell. അതേപോലെ തന്നെയാണ് pro-T cell ആയിട്ട് മാറും. ആൻഡ് ദിസ് ഈസ് സംതിങ് കോൾഡ് എ ഡബിൾ നെഗറ്റീവ്. ഇതെന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം അത് പ്രോ T cell എന്താവുന്നു? പ്രീ T cell ആയിട്ട് മാറുന്നു. ദാറ്റ് വിൽ ബി അഗെയിൻ ഡബിൾ നെഗറ്റീവ് ആണ്. ദെൻ പ്രീ T cell എന്തായിട്ട് മാറുന്നു? ഡബിൾ പോസിറ്റീവ് ആയിട്ടുള്ള T cell ആയിട്ട് മാറുന്നു. ഡബിൾ പോസിറ്റീവ് T cell ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു അതിനുശേഷം. ദെൻ ആഫ്റ്റർ ദാറ്റ് ദർ ഈസ് എ ഡിഫറൻസിയേഷൻ ഇൻ ടു CD4+ ആൻഡ് CD8+ T cells. ഇത്രയും പ്രോസസ്സ് നടക്കുന്ന എവിടെയാണ്? തൈമസിനകത്ത് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഓൾ ദ ഡെവലപ്മെൻറ്റ് ഓഫ് T cell ഒക്കേഴ്സ് ഇൻസൈഡ് ദ തൈമസ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ യു ക്യാൻ സി ഏതൊക്കെ റിസപ്റ്റേഴ്സ് ആണ് അതിൻ്റെ കൂടെ വരുന്നതെന്നുള്ളത് നോക്കാം. അല്ലേ, നമുക്കിവിടെ അറിയാം ഇവിടെ CD3 എന്ന് പറയുന്ന റിസപ്റ്റർ വരുന്നുണ്ട്. പ്രീ സ്റ്റേജ് മുതൽ CD3 വരുന്നുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന റിസപ്റ്റേഴ്സ് സീക്കിറ്റും CD44, CD25 ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിലും കണ്ടതാണ്. സീക്കിറ്റൊക്കെ ഇനീഷ്യൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്, ബോൺ മാരോയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഇതെല്ലാം ഡിസപ്പിയർ ആവും. ഈ റിസപ്റ്റേഴ്സ് ഇതുവരെ ഉള്ളൂ, ഈ സ്റ്റേജ് വരെ വരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ വരുന്ന റിസപ്റ്ററാണ് ഒന്ന് CD3, രണ്ടാമത്തത് ആൽഫ ചെയിൻ. T സെൽസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് there are two chains, ആൽഫ ചെയിൻസ് ആൻഡ് ബീറ്റ ചെയിൻ. സോ അതിലുള്ള ആൽഫ ചെയിൻ, ബീറ്റ ചെയിൻ, ഈ രണ്ട് ചെയിനും എന്ത് ചെയ്യുന്നു? ആദ്യം ബീറ്റ ചെയിൻ വരുന്നു, ദെൻ പിന്നീട് ആൽഫ ചെയിൻ വരുന്നു. ഓക്കെ, ഈ രണ്ട് ചെയിനും വരുന്നു. ദെൻ ദേ കമ്പൈൻ ടുഗെദർ ടു ഫോം ദ T cell റിസപ്റ്റർ. യു ക്യാൻ സീ ഹിയർ ഇവിടെ T cell റിസപ്റ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ദെൻ അതിനുശേഷം യു ക്യാൻ സീ ദർ ഈസ് CD4 ആൻഡ് CD8 ഡബിൾ പോസിറ്റീവ് ആയിട്ട് മാറും, രണ്ടും ഉണ്ടാവും T സെല്ലിൽ. ദെൻ ഫർദർ ഡിഫറൻസിയേഷൻ ഒക്കേഴ്സ്. ആ സമയത്ത് ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ടത് ചുരുങ്ങും.
ഒന്നുകിൽ CD4 അല്ലെങ്കിൽ CD8 ആയിട്ട് ചുരുങ്ങും. ഓക്കെ, ആൻഡ് ഫൈനലി ദേ അഗെയിൻ റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ഓക്കെ, ഈ സെൽസ് വീണ്ടും ബ്ലഡിലേക്ക് തന്നെയാണ്, നമുക്കറിയാലോ അത്. T cells ആഫ്റ്റർ സിന്തസിസ് ഫ്രം ദ ബോൺ മാരോ ദേ ആർ റിലീസ്ഡ് ഹിയർ ഇൻ ടു ദ ബ്ലഡ്, then they migrate into the thymus, then after development they are released into the blood again. Okay, this is the second entry into the blood, but these cells are mature cells. Mature aayittulla, not mature, in fact they are they are kind of naive cells. Okay, naive cells aanu ee varunathu, right? So these cells will migrate from the blood into the peripheral tissues, and also there will be certain cells in the certain population in the blood. അതിനുശേഷം കുറച്ച് സെൽസ് എന്ത് ചെയ്യും, പെരിഫറൽ സൈറ്റ്സിലേക്ക് മൂവ് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യും, ലൈക്ക് യുവർ സെക്കൻഡറി ഓർഗൻസ്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ദേ വിൽ ഇൻറ്ററാക്ട് വിത്ത് ഫോറിൻ സബ്സ്റ്റൻസസ്, ആൻറ്റിജൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. അവിടെ അങ്ങനെയാണ് ഇനി നടക്കുന്നത് നമുക്കറിയാം. ആൻറ്റിജൻ പ്രസൻറ്റേഷനും പ്രോസസ്സിങ്ങും ഒക്കെ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ദോസ് തിങ്സ് ഹാപ്പൻസ് ഹിയർ ഇൻ ദ പെരിഫറൽ സൈറ്റ്. ഓക്കെ, സോ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനീഷ്യൽ സിന്തസിസ് ഇൻ ദ ബോൺ മാരോ, ദെൻ റിലീസ് ഇൻ ടു സർക്കുലേഷൻ ആൻഡ് then to thymus, development in the thymus, then released into the blood and tissues. Okay, okay, fine. മനസ്സിലാവുന്നുണ്ടോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Hope the connection is there. Hello? Okay, okay, മനസ്സിലാവുന്നുണ്ടോ? Okay, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ in between. Okay, now ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തൊക്കെയാണ് ഇനി അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. ഒന്നുകൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇനീഷ്യലി വെൻ ദ T cell precursor reaches the thymus, നമ്മൾ പറഞ്ഞു T cellൻ്റെ പ്രീക്കേഴ്സറാണ് തൈമസിലേക്ക് വരുന്നത്. സോ ഈ T cell പ്രീക്കേഴ്സറിൽ എന്താണ്, ദർ ഈസ് നോ സ്പെസിഫിക് റിസപ്റ്റേഴ്സ്. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ നമുക്കറിയാം T cell റിസപ്റ്ററോ CD3 അല്ലെങ്കിൽ CD4 CD8 ഇതൊന്നും എവിടെ ഉണ്ടാവില്ല, ഇനീഷ്യലി വരുന്ന T cell പ്രീക്കാസറിലില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അല്ല. അതിന് പകരം C-KIT, CD44, CD25 ഇങ്ങനെയുള്ള 2-3 റിസപ്റ്റേഴ്സാണ് അവിടെ കാണുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് T cellൽ, മെച്ചോ T cellൽ കാണുന്ന റിസപ്റ്റേഴ്സാണ് T cell റിസപ്റ്റർ, അതിൻ്റെ കൂടെ വരുന്നതാണ് CD3, then CD4 ആൻഡ് CD8. ഇത് ഏതെങ്കിലും ഒന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സെൽസാണ്. അത്തരം സെൽസിന് നമ്മൾ പറഞ്ഞു, ഇത്തരം സെൽസിന് നമ്മൾ പറയുന്നത് ഡബിൾ നെഗറ്റീവ് തൈമോസൈറ്റ്സ് അല്ലെങ്കിൽ ഡബിൾ നെഗറ്റീവ് T ലിംഫോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി വരുന്ന സാധനം ഡബിൾ നെഗറ്റീവ് ആണ്, ഒരു റിസപ്റ്ററും ഉണ്ടാവില്ല. ദെൻ അതിനുശേഷം ദേ എൻ്റർ ഇൻ ടു ദ ഔട്ടർ കോർട്ടെക്സ്. ദെൻ അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രോലിഫറേഷൻ നടക്കുന്നത്. നമുക്കറിയാലോ ഔട്ടർ കോർട്ടെക്സിലേക്കാണ് ആദ്യം എൻ്റർ ചെയ്യുന്നത്, ഇതിൻ്റെ ഇൻസൈഡിലേക്കാണ്, ഇന്ന മെഡുല്ലയിലേക്കായിരിക്കും. ദെൻ അതിനുശേഷം അതിൻ്റെ അവിടെ നിന്നും കോർട്ടെക്സിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ദേ പോപ്പുലേറ്റ് ഇൻ ദ കോർട്ടെക്സ് റീജിയൻ. അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ ആക്റ്റീവ് പ്രോലിഫറേഷൻ നടക്കുന്നത്. ഓക്കെ, ദെൻ ഈ സമയത്തെല്ലാം, ഈ പറയുന്ന സമയത്തെല്ലാം ഇതിന് മുകളിലുള്ള റിസപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു, നേരത്തെ സൂചിപ്പിച്ചു, ദീസ് ആർ C-KIT, CD44 ആൻഡ് CD25. ഈ 3 റിസപ്റ്റേഴ്സാണ്. ഇത് ബോൺ മാരോയിൽ വെച്ചിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള റിസപ്റ്റേഴ്സാണ്. അതിൻ്റെ ഇനീഷ്യൽ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇനീഷ്യൽ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓരോന്നിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്, ഓരോ റിസപ്റ്ററിനും അതിൻ്റേതായ ഫംഗ്ഷൻസ് ഉണ്ട്. ആൻഡ് ഓൾ ദീസ് റിസപ്റ്റേഴ്സ് വിൽ ബിഗിൻ ടു ഡിസപ്പിയർ സ്ലോലി. ആൻഡ് ഇതിലോരോന്നും ഇപ്പോൾ ഈ പറഞ്ഞ C-KIT, CD44 ഇത് ഓരോന്നും മെല്ലെ മെല്ലെ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. നമ്മൾ കഴിഞ്ഞ ഡയഗ്രത്തിൽ കണ്ടു. അതിനുശേഷം പുതിയ റിസപ്റ്റേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഈ പുതിയ എക്സ്പ്രഷൻ നടക്കുന്നതിന്, അതിൽ പുതിയ സിന്തസിസ് നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീൻ എക്സ്പ്രഷനാണ് RAG1 ആൻഡ് RAG2 ജീൻസ്. ഓക്കെ, അതായത് RAG എന്ന് പറഞ്ഞാൽ റീകോമ്പിനേഷൻ അസോസിയേറ്റഡ് ജീൻസ് ആണ്. റീകോമ്പിനേഷൻ അസോസിയേറ്റഡ് ജീൻ 1 and 2 ഇത് ഹെൽപ്പ് ചെയ്യുന്നത് T cell റിസപ്റ്ററിൻ്റെ ഡൈവേഴ്സിറ്റി ജനറേഷനാണ്. ഓക്കെ, T cell റിസപ്റ്ററിൻ്റെ റീകോമ്പിനേഷനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്, RAG1 ആൻഡ് RAG2. ഈ ജീനിൻ്റെ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നടക്കുന്നത് കൊണ്ടാണ് T cellന് ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് the RAG gene products, they actually produce recombinase enzyme which are responsible for the rearrangement of TCR genes. T cell receptor ജീനിൻ്റെ റീഅറേഞ്ച്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന RAG ജീൻസ് ആണ്. ഫൈൻ. ദെൻ ഈ റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നതിൽ തന്നെ പല മെക്കാനിസംസ് ഉണ്ട്, നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, ഫസ്റ്റ് നടക്കുന്നത് ബീറ്റ ചെയിൻ റീഅറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, ആൽഫ ചെയിനുണ്ട്, ബീറ്റ ചെയിനുണ്ട്.
ഓക്കെ, ആൽഫ ചെയിനും ബീറ്റ ചെയിനും ഉണ്ട് ടി സെൽ റിസപ്റ്ററിൽ. അതിൽ ആദ്യം നടക്കുന്നത് ബീറ്റ ചെയിനിൻ്റെ റീഅറേഞ്ച്മെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ആൽഫ ചെയിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് നടക്കും. റൈറ്റ്. ആക്ച്വലി അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നടക്കുന്നത്. പിന്നെ അതിനുശേഷം ഈ ആൽഫ ചെയിനും ബീറ്റ ചെയിനും സിന്തസിസും അതിൻ്റെ റീഅറേഞ്ച്മെൻറ്റും നടന്നതിന് ശേഷം ദേ കമ്പൈൻ വിത്ത് ദ കോംപ്ലെക്സ് കോൾഡ് CD3 പ്രോട്ടീൻ. CD3 എന്ന് പറയുന്നത് നമുക്കറിയാം ടി സെൽ റിസപ്റ്ററിൻ്റെ കൂടെ തന്നെയുള്ള, ജസ്റ്റ് ലൈക്ക് നമ്മുടെ ബി സെൽ റിസപ്റ്ററിൽ IG ആൽഫ IG ബീറ്റ എന്ന് പറഞ്ഞ പോലെ അല്ലേ, ബി സെൽ റിസപ്റ്റർ ഇമ്യൂണോഗ്ലോബുലിൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളെപ്പോഴും എന്തുണ്ടാവും, ഒരു IG ആൽഫ IG ബീറ്റ ഉണ്ടാവും. അതാണ് ആക്ച്വലി ബി സെൽ റിസപ്റ്റർ എന്ന് പറയുന്നത്, കോംപ്ലെക്സിനാണ്. അതുപോലെ ടി സെല്ലിൻ്റെ കേസിൽ ടി സെൽ റിസപ്റ്ററിൻ്റെ കൂടെ എപ്പോഴും കാണുന്നതാണ് CD3 എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ ഈ CD3 അതിൻ്റെ ശേഷം ആദ്യം ബീറ്റ വരും, ആൽഫ വരും, അതിലേക്ക് CD3 കോംപ്ലെക്സ്. നൗ ഇറ്റ്സ് എ റിസപ്റ്റർ കോംപ്ലെക്സ്. ഇതിനെ പറയുന്ന പേര് പ്രീ ടി സെൽ റിസപ്റ്റർ ഓർ പ്രീ TCR എന്നാണ് ആ സമയത്ത് അതിന് പറയുന്നത്. അതിൻ്റെ ഇനി ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നതാണ്. ഭയങ്കര ഡൈവേഴ്സിറ്റി ജനറേഷനാണ്. നമ്മൾ ബി സെല്ലിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. മില്യൺസ് ഓഫ് ഡൈവേഴ്സ് റിസപ്റ്റർ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അല്ലെങ്കിൽ അത്രയും ക്യാപ്പബിൾ ആണ് ഈ ടി സെല്ലിന് എന്താണ്, എത്ര ഡൈവേഴ്സ് ആയിട്ടുള്ള, എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻറ്റിജൻ വന്നാലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്താണ് ഡൈവേഴ്സിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് 13-14 റേഞ്ചിലൊക്കെ ഡൈവേഴ്സിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഹ്യൂജ് നമ്പറിലുള്ള ടി സെൽ റിസപ്റ്റർ ജനറേഷൻ പോസിബിൾ ആണ്. ഓക്കെ, കാരണം ഇത് രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള റീഅറേഞ്ച്മെൻറ്റ്, അതായത് ബീറ്റ ചെയിനിൽ ഒരു തരത്തിലുള്ള റീഅറേഞ്ച്മെൻറ്റും ആൽഫ ചെയിനിൽ വേറെ തരത്തിലുള്ള റീഅറേഞ്ച്മെൻറ്റുമാണ് നടക്കുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി കൂടുതലാണ് ഇവിടെ. ഓക്കെ, ഈ ഡൈവേഴ്സിറ്റി അതിലേക്ക് പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയണം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതിലേക്ക് പോകുന്നില്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ ആൻഡ് റെഫർ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ QB ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ പോയാലും നിങ്ങൾക്ക് കാണാം. അതിൽ ഓരോ ചാപ്റ്റർ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ടി സെല്ലിനെ കുറിച്ചും ടി സെൽ റിസപ്റ്ററിൻ്റെ ഡൈവേഴ്സിറ്റിയും ബി സെൽ ഡൈവേഴ്സിറ്റിയൊക്കെ ഓരോ ചാപ്റ്ററായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹിയർ ദെൻ ഫൈനലി അപ്പോൾ പ്രീ ടി സെൽ ആണ് ആദ്യം ഉണ്ടാവുക, ടി സെൽ റിസപ്റ്റർ. അതിലേക്ക് ആര് വരുന്നു ഇനി? ഫൈനലി ദ സെൽ വിൽ ഓൾസോ എക്സ്പ്രസ് ദ CD4 ആൻഡ് CD8 റിസപ്റ്റേഴ്സ്. ഓക്കെ, CD4ഉം CD8ഉം കൂടെ അതിൻ്റെ മുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. നൗ ദിസ് ഈസ് കോൾഡ് ഡബിൾ പോസിറ്റീവ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇറ്റ് വാസ് ഡബിൾ നെഗറ്റീവ്. ഈ സ്റ്റേജ് വരെ ഡബിൾ നെഗറ്റീവാണ്. ഓക്കെ, ടി സെൽ റിസപ്റ്റർ വരുന്നു, പക്ഷേ അപ്പോഴൊക്കെ ഡബിൾ നെഗറ്റീവ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. കാരണം അവിടെ CD4ഉം ഇല്ല CD8ഉം ഇല്ലാത്തത് കൊണ്ടാണ്. ദെൻ CD4ഉം CD8ഉം വരുന്നതോടുകൂടി വി റെഫർ ദം ആസ് ഡബിൾ പോസിറ്റീവ് തൈമോസൈറ്റ്സ്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ഡബിൾ പോസിറ്റീവ്. ഓക്കെ, യു ക്യാൻ സീ ദ ഡയഗ്രാം ഓൾസോ. ഇതിൻ്റെ ഇനീഷ്യൽ പ്രീ ടി സെൽ സ്റ്റേജ് ആണിത്. ഓക്കെ, പ്രീ ടി സെൽ റിസപ്റ്ററാണ് ഈ കാണുന്നത്. അതിൻ്റെ ആൽഫ ചെയിൻ, ബീറ്റ ചെയിൻ, ദെൻ മറ്റു എന്താണ് CD3 ആണിത്. അതൊക്കെ എല്ലാം കാണിക്കുന്നത്.